DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും കാത്തിരുന്ന ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില പ്രധാന അറിയിപ്പുകളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. APL BPL വ്യത്യാസമില്ലാതെ തന്നെ ഇതിന്റെ ആനുകൂല്യം ജനങ്ങളിലേക്ക് എത്തുവാൻ പോവുകയാണ്. ഈ ഇൻഫർമേഷൻ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കണ്ട് സപ്പോർട്ട് കൂടി തരിക. പ്രായം കൂടുന്തോറുമാണ് ചികിത്സാ ആവശ്യങ്ങൾ നമ്മൾക്ക് കൂടുതലായി വേണ്ടിവരുന്നത്. രാജ്യത്തെ വയോജനങ്ങൾക്ക് വരുമാന പരിധിയൊന്നും കണക്കിലെടുക്കാതെ തന്നെ കൈത്താങ്ങാകുന്ന ഒരു നിർണായക തീരുമാനമെടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇപ്പോൾ 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി പ്രകാരം പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ ആനുകൂല്യം ഇനി മുതൽ വരുമാന പരിധിയൊന്നും കണക്കിലെടുക്കാതെ തന്നെ ലഭ്യമാകും. 70 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള 4.5 കോടി കുടുംബങ്ങളിലെ 6 കോടിയോളം മുതിർന്ന പൗരന്മാർക്ക് ഈ ആനുകൂല്യം ഇനി മുതൽ ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജന പദ്ധതിയിലൂടെ ലഭ്യമാകുന്നത്. കേന്ദ്രമന്ത്രിസഭായോഗം ഈ പദ്ധതിക്ക് അംഗീകാരം നൽകി കഴിഞ്ഞു. മുതിർന്ന പൗരന്മാർക്കുള്ള ആയുഷ്മാൻ ഭാരത് പരിരക്ഷയ്ക്ക് കുടുംബത്തിന്റെ വരുമാന പരിധി ബാധകമായിരിക്കില്ല എന്ന വ്യവസ്ഥയിലൂടെ സാമ്പത്തികമായി ഉയർന്ന കുടുംബങ്ങളിലെ വയോജനങ്ങൾക്കും ഈ സൗജന്യ ചികിത്സാ സഹായം ലഭിക്കുന്നതിന് സഹായകമാകും. പുതിയ പദ്ധതി അനുസരിച്ച് മുതിർന്നയാളുള്ള കുടുംബത്തിന് വർഷം 5 ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് നൽകുന്നത്. ഒന്നിലേറെ മുതിർന്ന പൗരന്മാരുണ്ടെങ്കിൽ ഈ ആനുകൂല്യം പങ്കുവയ്ക്കും. കുടുംബത്തിലെ 70 വയസ്സിന് താഴെയുള്ളവർക്ക് 70 വയസ്സിന് മുകളിലുള്ളവർക്കായി പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രത്യേക ആനുകൂല്യം ലഭിക്കില്ല. അതേസമയം നിലവിൽ 12.34 കോടി കുടുംബങ്ങളിലായി 55 കോടിയോളം ആളുകൾക്കാണ് ആയുഷ്മാൻ ഭാരത് സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. ഇത്തരത്തിൽ നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങളിൽ 70 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരുണ്ടെങ്കിൽ അവർക്ക് 5 ലക്ഷം രൂപയുടെ അധിക പരിരക്ഷയും ഇനി ലഭിക്കും. ഈ അധിക പരിരക്ഷ മുതിർന്നവർക്ക് മാത്രമായിരിക്കും. പുതുതായി പദ്ധതിയുടെ ഭാഗമാകുന്നവർക്ക് PMJAY കാർഡ് ലഭിക്കും. CGHS അതുപോലെ എക്സ് സർവീസ്മെൻ പങ്കാളിത്താരോഗ്യ പദ്ധതി അടക്കമുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികളിൽ നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് അത് തുടരുകയോ ആയുഷ്മാൻ ഭാരതിൽ ചേരുകയോ ചെയ്യാം. സ്വകാര്യ ഇൻഷുറൻസ് ഉള്ളവർക്കും ESI സ്കീമിന്റെ ഭാഗമായവർക്കും അധിക പരിരക്ഷയായി ആയുഷ്മാൻ ഭാരത് കവറേജ് കിട്ടും. പുതിയ പദ്ധതിക്കായി കേന്ദ്രവിഹിതമെന്ന നിലയിൽ 3437 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ആവശ്യമനുസരിച്ച് ഈ തുക വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ പ്രധാനമായും BPL കുടുംബങ്ങൾക്കായുള്ള ഈ പദ്ധതിയിൽ ഒരു കുടുംബത്തിലെ പ്രായവ്യത്യാസം പരിഗണിക്കാതെ എല്ലാ വ്യക്തികൾക്കും കൂടി വർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഈ പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ സർക്കാർ ആശുപത്രികളിൽ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. 49% സ്ത്രീ ഗുണഭോക്താക്കൾ ഉൾപ്പെടെ 7 കോടിയോളം വരുന്ന ചികിത്സാ കേസുകൾ ഈ പദ്ധതിയിൽ ഇതുവരെ ഉൾപ്പെടുത്തിയെന്നാണ് കേന്ദ്ര സർക്കാർ ഭാഗത്തു നിന്നും അറിയിച്ചിട്ടുള്ളത്. 1 ലക്ഷം കോടിയിലധികം രൂപയുടെ സൗജന്യ ചികിത്സ ഈ പദ്ധതിയിലൂടെ ഇതുവരെ അനുവദിച്ചു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2011 വർഷം നടത്തിയ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സർവേ അടിസ്ഥാനമാക്കിയാണ് ഈ പദ്ധതിയിൽ അന്ന് ആളുകളെ ചേർത്തിരുന്നത്. അതിനാൽ തന്നെ ഈ പദ്ധതിയിൽ നമ്മൾ അപേക്ഷ വെച്ച് ചേരുകയല്ല, സർക്കാർ നമ്മളെ ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ RSBY CIS+ എന്ന പേരിലൊക്കെ ഈ ചികിത്സാ സഹായം മുൻകാലങ്ങളിൽ ലഭിച്ചിരുന്നു. 2018 സെപ്റ്റംബറിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി വന്നതിനു ശേഷം അതെല്ലാം തന്നെ ഇതിലേക്ക് ലയിക്കുകയായിരുന്നു. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെ കേരള കാരുണ്യാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അഥവാ കാസ്പുമായി ലയിപ്പിച്ചാണ് നടപ്പാക്കുന്നത്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേർക്കും 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുവാനുള്ള തീരുമാനമനുസരിച്ചുള്ള മാർഗരേഖ കേരളത്തിൽ നിന്നും ലഭിച്ചാലുടൻ കേരളത്തിൽ രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് ജനങ്ങളാണ് പുതുതായി ഈ പദ്ധതിയിൽ ഉൾപ്പെടുവാനായി കാത്തിരിക്കുന്നത്. കാരണം ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുള്ള സർക്കാർ ആശുപത്രികളിലും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഉൾപ്പെടെ സ്വകാര്യ ആശുപത്രികളിലും ഏതെങ്കിലും രീതിയിലുള്ള ചികിത്സ വേണ്ടിവരികയാണെങ്കിൽ, അതായത് ICU, സർജറി, കിടത്തി ചികിത്സ, റൂം വാടക, മരുന്നുകൾ, ടെസ്റ്റുകൾ എന്നിവയുടെയെല്ലാം ചിലവുകളെല്ലാം തന്നെ 5 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ ക്ലെയിം ചെയ്ത് സൗജന്യ ചികിത്സ നേടുവാൻ അതും 1 രൂപ പോലും പ്രീമിയം നൽകാതെ നമുക്ക് സാധ്യമാകുന്നതാണ്. ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജന പദ്ധതിയിലുള്ള ഗുണഭോക്താക്കളുടെ എണ്ണം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇരട്ടിയാക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിനായുള്ള നടപടികൾ, പുതിയ അപേക്ഷകൾ ഉൾപ്പെടെ പിന്നീട് വരുന്നതായിരിക്കും. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അറിയിപ്പുകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.